ഞാൻ 2016 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാത്തന്നൂർ മത്സരിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിഗണനയിലേക്ക് BJP പോകുന്നത്. അതായത് 2016 അപ്പം കോൺഗ്രസ്സുകാരനായി തന്നെ നിൽക്കുമ്പോൾ വന്ന് ചോദിക്കുന്നു. കോൺഗ്രസ്സുകാരനായി തന്നെ നിൽക്കുമ്പോൾ SNDP യൂണിയൻ്റെ ചാത്തന്നൂർ യൂണിയൻ്റെ പ്രസിഡന്റായി അപ്പോൾ പ്രസിഡന്റാ 99 മുതൽ പ്രസിഡന്റാ. 99 യൂണിയൻ പ്രസിഡന്റാണ്. ഇപ്പോഴുമാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് യൂണിയൻ പ്രസിഡന്റ് നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അതാണ് ഈ പശ്ചാത്തലമായിരിക്കാം ഒരു പക്ഷേ അവർക്ക് എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു പ്രചാരകരുടെ ഇപ്പോൾ സംഗതി അദ്ദേഹമാണ് എന്നെ ഈ 16 സ്ഥാനാർത്ഥിയാക്കാൻ അതിന് മുമ്പേ ഒരു 3-4 മാസം മുമ്പേ ചോദിച്ചു തുടങ്ങുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 2011 തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടേ അവിടെ ഉള്ളൂ. കുറച്ച് അവിടേക്ക് വന്ന് മത്സരിക്കുമ്പോൾ പ്രയോജനമില്ല. പ്രത്യേകിച്ച് BJP ആണ്. BJPക്ക് ഒരിടത്തും വോട്ട് കിട്ടാത്ത കാലമാണ്. പിന്നെ എന്താണ് അപ്പം അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്? എൻ്റെ ഇത്തരം സാമൂഹ്യ പശ്ചാത്തലം എല്ലാം ഉണ്ടല്ലോ അവിടെ. അല്ല, അങ്ങ് തീരുമാനിച്ചേ. ഞാൻ ചോദിച്ചാൽ അവരൊക്കെ കോൺഗ്രസിൽ പിന്നീട് വേണമെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയേക്കാമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. കോൺഗ്രസ് കൂടുതൽ സാധ്യത. കാരണം അവിടെ കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നിട്ടും പിന്നെ എന്താണ് BJPയുടെ ഓഫർ സ്വീകരിച്ചത്? അല്ല, BJPയുടെ ഓഫർ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തതാണ്. കോൺഗ്രസ് പലപ്പോഴും എന്നെ ഒഴിവാക്കി തോക്കുമാണെങ്കിലും തരത്തില്ലാത്ത അവസ്ഥയായി. സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, സംഘടനാ ചുമതലകളിൽ നിന്നും മനഃപൂർവ്വം ചില ആൾക്കാർ, ഞാൻ ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല, അവർ പലരും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നത് അവിടുത്തെ ഗ്രൂപ്പ് അപ്പോൾ എന്നെ ഒഴിവാക്കി. അത് പിന്നീട് ആ ഒരു ചിന്തയും കൂടി ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പ്രേരണ കൂടി വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ചാത്തന്നൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ കൂടിയാണ്. അവിടെ തന്നെ അപ്പോൾ ഇതെല്ലാം കൂടി ആയിരിക്കും അവരൊരു പക്ഷേ. എത്ര കാലമായി ജോലി കയറിയിട്ടാണ്? ഞാൻ നേരത്തെ SN ട്രസ്റ്റിൻ്റെ തന്നെ ചെമ്പഴന്തി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അവിടുന്ന് 2003 SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിക്കുന്നത് ചാത്തന്നൂരിൽ. അപ്പോൾ എന്നെ അവിടുത്തെ ഇവിടുന്ന് മാറ്റി ഹെഡ് മാസ്റ്ററായിട്ട് വന്നു. റിട്ടയർ ആയോ? ഇപ്പോൾ റിട്ടയർഡായി. 3-ാമത്തെ വർഷം. ഓക്കെ. അപ്പോൾ ഒരു 1000 വിദ്യാർത്ഥികളുണ്ട്, ഒരു എയ്ഡഡ് സ്കൂള്, SNDP യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഇതെല്ലാം ആയിരിക്കാം ഒരു പക്ഷേ അവരെന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക. അത് സ്വാഭാവികം, അവരവിടെ പരിഗണി സ്വാഭാവികം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അവഗണനയെ വന്നപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു.